ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. നമ്മളും ചെയ്യാൻ പോകുന്നത് ഒരു റിവ്യൂ ഒന്നുമല്ല കേട്ടോ. 25 വർഷം മുമ്പ് ഇറങ്ങിയൊരു ക്യാമറ, നൈക്കൺ കൂൾപിക്സ് 4200. ആ ക്യാമറ നമുക്ക് ഇന്ന് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാൻ പോണേണ്. സോ അധികം നേരം കളയാണ്ട് ലെറ്റ്സ് ചെക്ക് ഇറ്റ് ഔട്ട്. സോ നമുക്ക് ഈ ക്യാമറയുടെ സ്പെക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഐ ഡോണ്ട് റിയലി ബിലീവ് ഇൻ സ്പെക്ക് എങ്ങനെയാന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇന്ന് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ ഇന്നത്തെ വീഡിയോ നോക്കാൻ പോകുന്നത്. ആൻഡ് ഏറ്റവും സർപ്രൈസിംഗ് ആയിട്ട് തോന്നാൻ പോകുന്ന ഒരു കാര്യമാണ് ഇതിന്റെ ഇന്റേണൽ മെമ്മറി. വെറും 12 MB മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ അകത്ത് പോർട്രേറ്റ്, ലാൻഡ്സ്കേപ്പ്, നൈറ്റ് പോർട്രേറ്റ്, മാക്രോസ്, അങ്ങനെ കുറെ ഫീച്ചേഴ്സ് ഉണ്ട്. ഓക്കെ, സ്പെക്ക് എല്ലാം വിട്ടോ. ഇനി നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റുമോ ഇല്ലയെന്ന് നോക്കാം. ഞാൻ കുറച്ച് ഫോട്ടോസ് കാണിച്ചു തരാം. അതിൻ്റെ അകത്തുനിന്ന് നമുക്ക് ഒരു ഫൈനൽ റിസൾട്ടോട്ട് എത്താൻ പറ്റും. ഫോട്ടോസ് മാത്രമല്ല, കുറച്ച് വീഡിയോസും ഉണ്ട്. ഓക്കെ, നമുക്കിനി ഫോട്ടോസ് നോക്കാം. നിങ്ങളിപ്പോൾ ഈ കാണുന്ന ഫോട്ടോ എന്ന് പറയുന്നത് 1x സൂമിൽ എടുത്തേക്കുന്ന ഫോട്ടോ ആണ്. ഒപ്റ്റിക്കൽ ആൻഡ് ഡിജിറ്റൽ അല്ലേ. ഈ ഫോട്ടോ നമുക്ക് ആദ്യം കാണും ഒരു ബഡ്ജറ്റ് എൻട്രി ലെവൽ ഫോണിൽ എടുത്തേക്കുന്ന ഒരു ഫോട്ടോ ലുക്ക്. 25 വർഷം മുമ്പുള്ള ഒരു ക്യാമറയിലാണ് ഞാൻ ഇതുപോലത്തെ ഒരു ഫോട്ടോ എടുത്തേക്കുന്നത്. 4 MP. 1x കുഴപ്പമൊന്നുമില്ല. 1x ആക്ച്വലി കുറച്ച് ഫോട്ടോ ക്യാപ്ചർ ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് 2x നോക്കാം. 2x എനിക്ക് കണ്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഫോക്കസ് ഇഷ്യൂ ആണ്. 2x ഇട്ട് നമുക്ക് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ കുറെ സമയം എടുക്കും ഫോക്കസ് ആവാൻ വേണ്ടി. 3x അത്യാവശ്യം നന്നായിട്ട് ക്യാപ്ചർ ആവുന്നുണ്ട്, ഫോക്കസും നന്നായിട്ട് പിടിക്കുന്നുണ്ട്. നിങ്ങൾ ഈ 3 ഫോട്ടോ കണ്ടെങ്കിലും ക്ലാരിറ്റിയിൽ ഭയങ്കര ഒരു വേരിയേഷൻ ഉണ്ടാകും. കാരണം 1x കണ്ട ക്ലാരിറ്റി ആയിരിക്കില്ല 3x. നമുക്കിനി അടുത്ത് 2-3 പോർട്രേറ്റ്സ് നോക്കാം. പോർട്രേറ്റ്സ് എങ്ങനെയാണ്? ഓക്കെ, നിങ്ങൾ ഈ കാണുന്ന ഈ ഫോട്ടോ ഫ്ലാഷ് ഇട്ട് എടുത്തേക്കുന്നതാണ്. 1x സൂമിലാണ് എടുത്തേക്കുന്നത്. അത്യാവശ്യം ക്ലാരിറ്റി ഉള്ള ഒരു ഫോട്ടോ. ഞാൻ പറഞ്ഞില്ലേ, എൻട്രി ലെവൽ ക്യാമറ ഉണ്ടോ, അല്ലാണ്ട് ഹൈ ലെവൽ സോണി ആൽഫന്റെ ലെവലൊന്നും അല്ല. ഒരു എൻട്രി ലെവൽ ബഡ്ജറ്റ് ഫോണിൽ എടുക്കാൻ പറ്റുന്ന ഫോട്ടോസ് എങ്ങനെയാണോ അതുപോലെയാണ് ഇത്. ഈ ക്യാമറയിൽ എടുത്ത കുറച്ച് ഫോട്ടോസ് നിങ്ങൾ കണ്ടോ, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ക്യാമറയുടെ വീഡിയോ ക്വാളിറ്റി റിവ്യൂ ചെയ്യാം. അടുത്തത് വീഡിയോ എന്ന് പറയാൻ നേരത്ത് കമ്പയർ ചെയ്യാൻ പറ്റൂല. ഇന്ന് ഇറങ്ങുന്ന ഒരു ഫോണായിട്ടും കമ്പയർ ചെയ്യാൻ പറ്റാത്തൊരു വീഡിയോ ആണ്. ഗ്രൈൻഡ് ആണ് ഫുൾ സംഭവം. ഒരു വിൻറ്റേജ് ലുക്കൊക്കെ തന്നെ ഒരു വീഡിയോ ആണ് ഇത്. ഒരു സ്ക്വയർ റേഷ്യോയിലാണ് സംഭവം എടുക്കുന്നത്. 1:1 ആയിരിക്കും സംഭവം. അതിലാണ് വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ടായിരിക്കണം ഒരു വിൻറ്റേജ് ഫീൽ നമുക്ക് തന്നെയുണ്ട്, പക്ഷേ ക്ലാരിറ്റി ഇല്ല. നിങ്ങളത് ഓർത്തോണം. നിങ്ങൾ ഈ കാണുന്ന ഈ സെറ്റപ്പ് ഞാൻ ആ ക്യാമറ വെച്ചൊരു വീഡിയോ എടുത്ത് നോക്കട്ടെ, എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഈ ക്യാമറേൻ്റെ അടിയിൽ നമുക്കിത് മൗണ്ട് ചെയ്യാൻ വേണ്ടി ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഈ സംഭവമാണ് ഓപ്ഷൻ. അപ്പം നമുക്കിത് നേരെ ട്രൈപോഡിൻ്റെ സാധനമൊക്കെ ഞാൻ ഊരിയെടുത്ത്. ഓക്കെ, ഇനി നേരെ നമുക്ക് മൗണ്ട് ചെയ്ത് നോക്കാം. ആൻഡ് ദ ഫൈനൽ വേർഡിക്റ്റ്. ഫോട്ടോസ് നമുക്ക് ഇന്നും യൂസ് ചെയ്യാൻ പറ്റും, പക്ഷെ വീഡിയോസ് യൂസ് ചെയ്യാൻ പറ്റില്ല. ഞാൻ ഈ ക്യാമറേൻ്റെ പ്രൈസും ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഒരു സെക്കൻഡ് ഹാൻഡ് ഈ സെയിം ക്യാമറ വിൽക്കാനിട്ടേക്കുന്നത് 82,000 രൂപ. പുതിയൊരു ക്യാമറേൻ്റെ വിലക്ക് ഇതിൻ്റെ ഒരു സെക്കൻഡ് ഹാൻഡ് ക്യാമറ വിൽക്കാനുണ്ട്. ഈ ക്യാമറക്ക് അപ്പം ഇത്രയും ക്ലാരിറ്റി ഉണ്ട് ഇല്ല. പുതിയൊരു ഒരു മിഡ് റേഞ്ച് ഫോണിൻ്റെ അത്ര പോലും ക്ലാരിറ്റി ഇല്ല. വീഡിയോക്കാണെങ്കിൽ ഒട്ടും ക്വാളിറ്റി ഇല്ല. ഞാൻ കുറേ കമൻസ് ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്. ആൾക്കാരെ ഫോട്ടോസിൻ്റെ ക്വാളിറ്റി അല്ല നോക്കുക, ഇത് ഇമോഷണലി ടച്ചാണ് കുറച്ച് ഇതുണ്ട്. അതായത് ഇന്ന് ഞാനിപ്പോൾ ഒരു ഫോട്ടോ എടുത്ത് വെച്ച് ഈ സാധനം ഒരു ആൽബത്തിൽ വെച്ചിട്ട് കുറേ വർഷങ്ങൾ കഴിഞ്ഞ് എടുത്ത് നോക്കുമ്പോൾ ഒരു ഇമോഷണലി കണക്റ്റ് ആവുന്ന ഒരു സംഭവമാണ്. എത്ര ഒരു ക്ലാരിറ്റി ഉള്ള ഒരു ക്യാമറ വെച്ചെടുത്താലും കണക്റ്റ് ആവില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എൻ്റെ പറയാൻ വിട്ട ഒരു കാര്യമുണ്ട്. ആദ്യം ഞാൻ കുറേ സെനാരിയോ മൂഡ്സ് പറയുന്നില്ലേ, ഇതെല്ലാം സ്വിച്ച് ചെയ്യാനായി ഇവിടെ ഒരു ക്രൗൺ തന്നിട്ടുണ്ട്. നമുക്കിതിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് മോഡ്സ് സ്വിച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ കാണാം. ഗുഡ് ബൈ.